ഉത്തർപ്രദേശിൽ മേനക ഗാന്ധി മത്സരിച്ചേക്കും. പിലിഭിത്തിൽ സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത. കേന്ദ്ര നേതൃത്വം ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തു എന്നാണ് വിവരം. വരുൺ ഗാന്ധിക്ക് സീറ്റ് ലഭിക്കില്ല. ഉത്തർപ്രദേശ് സംസ്ഥാന ഘടകത്തിന്റെ നിലപാട് പരിഗണിച്ചാണ് തീരുമാനം. റായ്ബറേലിയിൽ നുപുർ ശർമ്മ ബി.ജെ.പി സ്ഥാനാർത്ഥിയായേക്കും. പ്രവാചകന് എതിരായി പ്രസ്താവന നടത്തി നടപടി നേരിട്ട നേതാവാണ് നുപുർ ശർമ്മ. വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ചേരുകയാണ്. രാധാകൃഷ്ണൻ, ഈ നുപുർ ശർമ്മയെ പരിഗണിക്കുന്നു, അവർ മത്സരിച്ചേക്കും എന്ന വാർത്തകൾ വരുന്നു. ഒപ്പം തന്നെ മേനകാ ഗാന്ധിയുടെ കാര്യത്തിലും തീരുമാനമായോ? മനേകാ ഗാന്ധിക്ക് സീറ്റ് നൽകേണ്ട എന്നൊരു തീരുമാനമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. എന്നാൽ നിലവിലുള്ള സാഹചര്യത്തിൽ ഈ നെഹ്റു അനുകൂല വികാരം അത് മുതലെടുക്കുന്നതിന് നെഹ്റു കുടുംബാംഗമായിട്ടുള്ള മനേകാ ഗാന്ധിക്ക് സീറ്റ് നിഷേധിക്കുന്നത് ഉചിതമായില്ല എന്ന ഒരു വിലയിരുത്തൽ ബി.ജെ.പി ദേശീയ നേതൃത്വം നടത്തിയിട്ടുണ്ട്. മനേകാ ഗാന്ധിയുമായിട്ട് ബി.ജെ.പിയുടെ ഉത്തർപ്രദേശിലെ ഘടകത്തിനുണ്ടായിരുന്ന പരാതികൾ അത് സംബന്ധിച്ച് ഉള്ള വിഷയങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ ഉത്തർപ്രദേശിലെ സംസ്ഥാന നേതാക്കന്മാരും മനേകാ ഗാന്ധി ആയിട്ടുള്ള ഒരു ചർച്ചയും നടന്നിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മനേകാ ഗാന്ധിക്ക് പീലിഭത്തിൽ നിന്നും വീണ്ടും സീറ്റ് നൽകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്നാൽ വരുൺ ഗാന്ധിയുടെ കാര്യത്തിൽ ഈ ഇളവ് ബാധകമാകില്ല. വരുൺ ഗാന്ധി സർക്കാരിനെതിരെ, ഉത്തർപ്രദേശ് സർക്കാരിനെതിരെ കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിവരുന്ന നിശിതമായിട്ടുള്ള പരസ്യ വിമർശനങ്ങൾ അത് മുൻനിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കാനാണ് തീരുമാനം. ഒരു ഉപാധി ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കുകയാണെങ്കിലും ഇനിയുള്ള വരുൺ ഗാന്ധിയുടെ നിലപാടുകൾ അതിനെ ആശ്രയപ്പെടുത്തി പിന്നീട് അദ്ദേഹത്തിന് നൽകേണ്ട സ്ഥാനമാനങ്ങളെ കുറിച്ച് തീരുമാനിക്കാമെന്നൊരു ധാരണയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനോട് വരുൺ ഗാന്ധി എങ്ങനെ പ്രതികരിച്ചു എന്നതിനെ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമല്ല. അഥവാ അദ്ദേഹം അത് പരസ്യമായി ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയേക്കും. ഏതായാലും മനേകാ ഗാന്ധിക്ക് സീറ്റ് നൽകുന്ന കാര്യത്തിൽ ഏതാണ്ട് ധാരണ രൂപപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നൂപൂറിന്റെ കാര്യത്തിൽ നൂപൂർ ഈ പ്രവാചകന് എതിരായ പരാമർശം നടത്തിയ വിഷയത്തിൽ അച്ചടക്ക നടപടി നേരിട്ട ആളാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്ക് പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാനമാനങ്ങളിൽ നിന്നൊക്കെ അവരെ നീക്കി നിർത്തിയിരുന്നു. പക്ഷേ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെയൊക്കെ മത്സരിച്ചിട്ടുള്ള ഒരു തീപ്പൊരി നേതാവ് എന്ന ഇമേജ് നൂപൂറിന് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് റായ്ബറേലിയിൽ നൂപൂറിനെ ഇറക്കാൻ എന്നൊരു തീരുമാനത്തിലേക്ക് ബി.ജെ.പി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അമേഠിയിൽ സ്മൃതി ഇറാനിയെ മുൻനിർത്തി ബി.ജെ.പി നടത്തിയ നീക്കങ്ങൾ അത് വിജയം കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് സമാനമായിട്ട് പ്രിയങ്ക ഗാന്ധിയാണ് റായ്ബറേലിയിൽ സ്ഥാനാർത്ഥിയായിട്ട് എത്തുകയെങ്കിൽ അവിടെ ഒരു തീപ്പൊരി നേതാവ് എന്ന രീതിയിൽ നൂപൂർ ശർമ്മയ്ക്ക് ചിലത് ചെയ്യാൻ സാധിക്കും എന്ന് ബി.ജെ.പി കരുതുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ അതിഥി സിംഗിനെയാണ് ഈ സ്ഥാനത്തേക്ക് റായ്ബറേലിയിൽ പരിഗണിച്ചിരുന്നത്. പക്ഷേ അതിഥി നെഹ്റു കുടുംബവുമായിട്ടും പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ കാലഘട്ടത്തിൽ പോലും വളരെ അടുത്ത ബന്ധം പുലർത്തിയ ആളാണ്. ആ ഒരു ഇമേജ് അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എം.എൽ.എ എന്ന രീതിയിൽ അവരുടെ സ്ഥാനം തൽക്കാലം രാജിവെക്കേണ്ട എന്നൊരു തീരുമാനമാണ് ബി.ജെ.പി കൈക്കൊണ്ടിരിക്കുന്നത്. അതിന് പകരമായിരിക്കും നൂപൂർ റായ്ബറേലിയിൽ സ്ഥാനാർത്ഥിയായിട്ട് എത്തുന്നത്. ഉത്തർപ്രദേശിലെ പിലിഭിത്തിൽ മേനകാ ഗാന്ധി മത്സരിച്ചേക്കും. ഇത് സംബന്ധിച്ച് ഏകദേശ ധാരണയായിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രവാചക നിന്ദ വലിയ വിവാദമായ സംഭവമായിരുന്നു. പ്രവാചക നിന്ദ നടത്തിയ നുപുർ ശർമ്മ ബി.ജെ.പി സ്ഥാനാർത്ഥിയായേക്കും എന്നും വാർത്തകൾ വരുന്നു. ആർ രാധാകൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.